പാക് വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞു. യുദ്ധഭീതിയുടെ മണിക്കൂറുകൾ ഒഴിഞ്ഞു പോവുകയാണ്. എം മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലിൽ ശ്രീധരനുണ്ണി എന്ന കഥാപാത്രം തന്റെ 39-ാം വയസ്സിൽ ഹൃദയം തകർന്ന് മരിക്കുന്നത് പരാമർശിച്ചുകൊണ്ട് എം സ്വരാജ് എഴുതിയ പോസ്റ്റ് രാജ്യദ്രോഹമെന്നുവരെ വ്യാഖ്യാനിക്കപ്പെട്ടു. സകല രാഷ്ട്രീയ കൊടികൾക്ക് കീഴിലുള്ളവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം കട്ട സൈബർ CPM അണികളും സ്വരാജിന്റെ ശ്രമം ലൈക്ക് നേടാനെന്ന് വിമർശിച്ചു. യുദ്ധഭ്രാന്ത് പൊതുബോധമായി മാറുന്നതിനെതിരെയാണ് തന്റെ പോസ്റ്റ് എന്ന സ്വരാജിന്റെ മറുപടി പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു. യുദ്ധവിരുദ്ധത രാജ്യദ്രോഹമോ എന്നാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. ഇപ്പോൾ CPM നേതാവ് എം സ്വരാജ് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. സ്വരാജ്, സ്വാഗതം. സ്വന്തം വീടിന് മുന്നിൽ മിസൈൽ പതിക്കാത്തിടത്തോളം, സ്വന്തം വീട് ആക്രമണത്തിൽ തകരാത്തിടത്തോളം കാലം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരം എന്ന താങ്കളുടെ വളരെ ഹൃദയസ്പർശിയായ ആ പരാമർശം തെറ്റിദ്ധരിക്കപ്പെട്ടോ? അങ്ങനെ പറഞ്ഞുകൂടാ. സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു പ്രതികരണം നടത്താനുള്ള കാരണം, പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മറുപടി എന്ന നിലയിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തി. ആ ആക്രമണം നടത്തിയതിൻ്റെ അത് രാത്രിയാണ്. അതിനുശേഷം പിറ്റേ ദിവസം യാദൃച്ഛികമായി നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാനിടയായപ്പോൾ ഒരു വല്ലാത്ത യുദ്ധോന്മാദത്തിൻ്റെ പ്രതീതിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുതരം യുദ്ധ ആസക്തി, യുദ്ധം ആഘോഷിക്കുന്നത് പോലെ, അതിൽ അഭിരമിക്കുന്നത് പോലെ ഒരു അന്തരീക്ഷമാണ് കാണാൻ കഴിഞ്ഞത്. അതുതന്നെയായിരുന്നു നവമാധ്യമങ്ങളിലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ സത്യത്തിൽ ചരിത്രബോധമുള്ള ഒരാളും യുദ്ധത്തെ സ്വാഗതം ചെയ്യില്ല, ഇന്ന യുദ്ധം എന്നില്ല. അപ്പോൾ യുദ്ധത്തിൻ്റെ കെടുതികൾ ചരിത്രം നമ്മോട് വിശദീകരിക്കുന്നുണ്ട്, വിളിച്ചു പറയുന്നുമുണ്ട്. പ്രത്യേകിച്ചും ഈ കാലത്ത് പാകിസ്ഥാനും ഇന്ത്യയും ആണവശക്തികൾ കൂടിയാണ്. രണ്ട് ആണവശക്തികൾക്കിടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതെവിടെ എത്തി നിൽക്കും എന്ന് വിവേകമുള്ള മനുഷ്യർ ചിന്തിച്ചേ പറ്റൂ. അപ്പോൾ ഒരു സമൂഹമാകെ യുദ്ധോന്മാദികളായി മാറുന്നുവോ എന്ന സംശയം ജനിച്ചപ്പോഴാണ് ഞാൻ ആ പ്രതികരണം നടത്തിയത്. ആ പ്രതികരണത്തിൽ നിലവിലുള്ള സ്ഥിതിഗതികളെ പരാമർശിച്ചുകൊണ്ട് പാകിസ്ഥാൻ സ്വീകരിക്കുന്ന തെറ്റായ സമീപനവും ഭീകരതയെ ഊട്ടിവളർത്തുന്ന സമീപനവും അതിനെതിരായിട്ടുള്ള വികാരവും എല്ലാം ആ പോസ്റ്റിലുണ്ട്. അവിടം കൊണ്ട് അത് അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണം എന്ന നിലപാടാണ് ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യൻ അതിർത്തിയിൽ ഷെല്ലാക്രമണം നടത്തുന്ന പാക് സൈനികരുടെ നടപടി ലോകത്തെയാകെ യുദ്ധഭീതിയിൽ ആഴ്ത്തുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം യുദ്ധം സർവനാശമാണെന്നും യുദ്ധത്തിൽ വിജയികളില്ലെന്നും ആദ്യം പരാജയപ്പെടുക സ്ത്രീകളും കുട്ടികളുമാണ് എന്നുമൊക്കെയാണ് ഞാൻ വിശദീകരിച്ചത്. പക്ഷെ നമ്മൾ കാണേണ്ടത്, യുദ്ധോന്മാദികളായ ഒരു വിഭാഗത്തിന് യുദ്ധഭ്രാന്ത് തലയ്ക്ക് പിടിച്ചാൽ വിവേകം നഷ്ടപ്പെടും. ഞാൻ എന്താണ് എഴുതിയതെന്ന് പോലും പലരും വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അത് ഇന്ത്യ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ എഴുതിയത് എന്ന് മാത്രമാണ് ധരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഉന്മാദം ബാധിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ചെയ്യാനാവുന്ന ഏക കാര്യം തെറി വിളിക്കുക എന്ന് മാത്രമാണ്. അതവർ ചെയ്തു എന്നേ ഞാൻ കാണുന്നുള്ളൂ. അത് അസ്വാഭാവികതയുള്ളൊരു കാര്യമല്ല. അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. ശ്രീ സ്വരാജ്, യുദ്ധത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യരുത് എന്നതായിരുന്നു പാർട്ടി ലൈനും. താങ്കളും പറഞ്ഞത് അതേ കാര്യമാണ്. പക്ഷേ താങ്കൾ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കപ്പെടുന്നതാണ് കണ്ടത്. അതെന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെയല്ല. അതിൽ ഞാൻ കണക്കാക്കുന്നത്, ഇപ്പോൾ യുദ്ധവിരുദ്ധ സമീപനമാണ് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് പൊതുവേ ഉള്ളത്. ലോക സമാധാനം എന്ന മുദ്രാവാക്യം തന്നെ ലോകത്തിന് സമ്മാനിച്ചത് വേൾഡ് പീസ് കൗൺസിലാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ അണിനിരന്നിട്ടുള്ള പ്രസ്ഥാനമാണ്, ലോകമെമ്പാടുമുള്ള മഹാപ്രസ്ഥാനമാണ്. ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് സമാനമായ രീതിയിൽ, അതായത് യുദ്ധം സർവനാശമാണ്, യുദ്ധത്തിൽ വിജയികളില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നത് പാകിസ്ഥാൻ യുദ്ധത്തിന് ഇടയാക്കുന്ന നിലപാട് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു അഭിപ്രായം പറഞ്ഞ മറ്റു പലരും ഉണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പലരും ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പോൾ അവരും എതിർക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ യുദ്ധോന്മാദം തലയ്ക്ക് പിടിച്ചവരിൽ കൂടുതലും സംഘപരിവാർ ബന്ധമുള്ളവരാണെന്നുള്ളത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടി സ്വീകാര്യതയുള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അവരെ തെറി വിളിക്കുന്നതിനോ ആക്രമിക്കുന്നതിനോ ഒക്കെ ഒരു ചെറിയ മടി ഉണ്ടാവുമല്ലോ.
അപ്പോൾ ആ ദേഷ്യം കൂടി എൻ്റെ നേരെ തീർത്തു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിൽ വേറെ കാര്യം. സ്വരാജ്, അതിൽ സംഘപരിവാറുകാരും മാത്രമായിരുന്നില്ല ഉള്ളത്. ഇടതുപക്ഷ അനുഭാവികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു രൂക്ഷമായ വിമർശനം. താങ്കളുടെ ഭാഗത്തു നിന്ന് VT ബൽറാമിനെയൊക്കെ പോലെ ലൈക്ക് നേടാനുള്ള ഒരു ശ്രമമാണ് എന്ന് വരെ വിമർശിക്കുന്നത് കണ്ടു. അത് വളരെ കാര്യമായി ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇടത് ഐഡികളിൽ നിന്ന് ആ വിമർശനം കണ്ടപ്പോൾ കൗതുകകരമായി തോന്നി. അത് ഞാനത് അത്തരം വിവരക്കേടുകൾക്ക് മറുപടി പറയേണ്ട ആവശ്യം പോലും ഇല്ലാതെ എനിക്ക് തോന്നുന്നു. കാരണം നവമാധ്യമങ്ങളിൽ ഞാൻ എത്രമാത്രം ഇടപെടുന്നു എന്നുള്ളത് അത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ എല്ലാ സംഭവവികാസങ്ങളോടും പ്രതികരിക്കുന്ന ഒരാളല്ല നവമാധ്യമങ്ങളിൽ. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു വെരിഫൈഡ് ഐഡിയിലാണ് ഞാൻ വല്ലപ്പോഴും ചില കാര്യങ്ങൾ പ്രതികരിക്കാറുള്ളത്. അതാണ് നിങ്ങൾക്കൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. വർഷത്തിൽ വിരലെണ്ണാവുന്ന പോസ്റ്റുകൾ മാത്രമേ അതിലിടാറുള്ളൂ. എല്ലാ ദിവസമോ എല്ലാ മാസം പോലുമോ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന ഒരാളെ അല്ല ഞാൻ. അപ്പോൾ അങ്ങനെ ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്, അങ്ങനെ ഉന്നയിക്കുന്നവരുടെ സമനില തെറ്റിപ്പോയി യുദ്ധാഭിമുഖ്യത്താൽ എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു യുദ്ധഭ്രാന്ത് ചെറുതും വലുതുമായി പലരെയും സ്വാധീനിക്കും. പിന്നെ സൈബർ ഇടത്തിലെ ഇടതു പോരാളികൾ എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. ഇടതുപക്ഷക്കാർ എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ സൈബർ ഇടത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ തൊഴിലിടത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊന്നും വേർതിരിച്ച് പറയുന്നതിലേ അർത്ഥമില്ല. കമ്മ്യൂണിസ്റ്റുകാരെപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, ഇടതുപക്ഷക്കാരെപ്പോഴും ഇടതുപക്ഷക്കാരായിരിക്കും. അത് ഇടതുപക്ഷക്കാരൻ ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിലാളിയാണെങ്കിൽ തൊഴിൽ രംഗത്ത്, കർഷകനാണെങ്കിൽ കൃഷി രംഗത്ത് ഒക്കെ അവൻ്റെ ആശയപ്രചരണം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർ നവമാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ നവമാധ്യമ രംഗത്തും അവർ ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കും. അതല്ലാതെ നവമാധ്യമ രംഗത്ത് മാത്രം ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു കൂട്ടറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് ആ നവമാധ്യമങ്ങളിൽ അങ്ങനെ എഴുതുമ്പോഴായിരിക്കും. പുതുതായി കോയിൻ ചെയ്യപ്പെട്ട ഒരു പദമുണ്ട്, സൈബർ PB എന്ന പേരിൽ. അപ്പോൾ ഈ പാർട്ടി ലൈൻ ഇതായിരിക്കെ തന്നെ അത് വളരെ ശക്തമായി എം സ്വരാജ് പറയുകയെ തന്നെ അത് മനസ്സിലാകാത്തവർ ഉണ്ട്. അത് ഈ സൈബർ സ്പേസിലൊക്കെ ഇടപെടുന്നവർ വളരെ വിദ്യാസമ്പന്നരായ മനുഷ്യർ കൂടിയാണ്. അവർ പോലും ഒരു ജിങ്കോയിസ് ലൈനിലേക്ക് വഴിമാറ്റപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടോ? വളരെ കൃത്യമായി ഈ കാര്യം പാർട്ടിക്ക് അണികളോട്, ഇടതുപക്ഷ അനുഭാവികളോട് വിശദീകരിക്കേണ്ട ഒരു സന്ദർഭമാണോ ഉള്ളത്? അല്ല, അത് വലിയൊരു അങ്ങനെ ഒരു അല്ല ഞാനതിനെ കാണുന്നത്. ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും അതിനുവേണ്ടി ഞങ്ങൾ ചുമതലപ്പെടുത്തിയതല്ല, പാർട്ടി ചുമതലപ്പെടുത്തിയതല്ല. മറിച്ച് ഇടതുപക്ഷ ആശയങ്ങളോടുള്ള പ്രതിബദ്ധത കാരണം സ്വമേധയാ ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ്. അക്കൂട്ടത്തിൽ പാർട്ടി അംഗങ്ങളും അനുഭാവികളും പാർട്ടിയോട് താല്പര്യമുള്ളവരും ഒക്കെയായി പല ശ്രേണിയിൽ നിൽക്കുന്നവരാണ്. അവർക്ക് പാർട്ടി തീരുമാനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ കാഴ്ചപ്പാട് 100% എല്ലാ കാര്യത്തിലും മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ അവർ ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മാതൃകാപരമായി അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ഇടതുപക്ഷ ആശയങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി നിലയുറപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതൊരു നല്ല കാര്യമാണ്, അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യവുമാണ്. എന്നാൽ അങ്ങനെയുള്ള ചില ആളുകളെങ്കിലും വ്യക്തിയധിഷ്ഠിതമായി കാര്യങ്ങളെ കാണുന്നവരാണ്. ചിലപ്പോൾ അവർക്ക് പാർട്ടി എടുക്കുന്ന എല്ലാ നിലപാടുകളും സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവരുടേതായ അഭിപ്രായം പ്രകടിപ്പിക്കും. അതൊക്കെ അവരുടെ ഉത്തരവാദിത്വത്തിലുള്ള കാര്യമാണ്. അതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം നമുക്കില്ല. ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്തരം വിഷയങ്ങളിൽ വെളിച്ചം വീശുന്ന നിലപാടുണ്ട്. ആ നിലപാട് എപ്പോഴും പൊതു നിലപാടായി നിലനിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ രൂപപ്പെട്ട പ്രശ്നം, അതിനെ സംബന്ധിച്ച് പാർട്ടി തന്നെ പ്രത്യേകമായി നിലപാട് പറഞ്ഞിട്ടുമുണ്ട്. അതിൽ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഭീകരവാദം അടിച്ചമർത്താനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. ആ നിലപാട് തന്നെയാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ് യുദ്ധം വേണമെന്ന് ആഗ്രഹിച്ച ഗവൺമെൻറ് അല്ല. അതാണ് ഈ യുദ്ധഭ്രാന്തന്മാർ മറക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് തന്നെ യുദ്ധാസക്തിയോടെ അല്ല നിന്നത്. യുദ്ധമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. ചില സൈനിക നടപടികൾ മാത്രമാണ് സ്വീകരിച്ചത് ഭീകരവാദത്തിനെതിരെ. പക്ഷേ ഇന്ത്യ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സ്വയം യുദ്ധം പ്രഖ്യാപിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കുറേ ആളുകൾ എത്തി. അതിനെയാണ് നമ്മൾ ഈ ജിങ്കോയിസം എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു 1870-കളിലോ മറ്റോ തുർക്കിയും റഷ്യയും തമ്മിലാണ് തോന്നുന്നു ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ആ യുദ്ധത്തിൽ പക്ഷം പിടിക്കണമെന്നൊരു അഭിപ്രായം ബ്രിട്ടനിൽ ഉയർന്നു വന്നു.
അവർ യുദ്ധോന്മാദികളായി മാറി. ബ്രിട്ടനിലെ ഒരു വിഭാഗം ആളുകൾ ഇപ്പം തന്നെ യുദ്ധത്തിൽ അണിനിരക്കണം എന്ന നിലപാട് അവർ സ്വീകരിച്ചു. അങ്ങനെ യുദ്ധഭ്രാന്തന്മാരായ ആളുകളെയാണ് ഈ ജിങ്കോയിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ചരിത്രത്തിൽ ആ പേരുണ്ടാവുന്നത്. അത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ആ യുദ്ധ കാമുകത, യുദ്ധാഭിമുഖ്യം, അത് നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ്. യുദ്ധത്തിൻ്റെ കെടുതികൾ അറിയുന്ന ഒരാളും അതിനുവേണ്ടി ദാഹിക്കില്ല. ഇപ്പം ഭീകരവാദം അടിച്ചമർത്തണം, ഭീകരവാദ ക്യാമ്പുകൾ തകർക്കണം, അത്തരത്തിലുള്ള ഉറച്ച നിലപാട് നമ്മൾ സ്വീകരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും യുദ്ധത്തിലേക്ക് പോകണം എന്ന് മനസ്സുകൊണ്ട് മനുഷ്യരാരും ആഗ്രഹിക്കാൻ പാടില്ല. ചിലപ്പോൾ യുദ്ധത്തിലേക്ക് നാം വലിച്ചിഴക്കപ്പെടാം, അനിവാര്യമായി യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം. സമാധാനത്തിന് വേണ്ടിയും ഭീകരത അടിച്ചമർത്തുന്നതിന് വേണ്ടിയും ഒരു യുദ്ധം അനിവാര്യമായി വന്നേക്കാം. അതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ നമ്മളെപ്പോഴും സമാധാന കാംക്ഷികളായിരിക്കണം. വല്ലവിധേനയും യുദ്ധം ചെയ്യേണ്ടി വന്നാൽ സമാധാനത്തിന് വേണ്ടി മറ്റു മാർഗമില്ലാതെ ചെയ്യുന്നതാണ് യുദ്ധം എന്ന നിലയിലേ വരാൻ പാടുള്ളൂ. യുദ്ധാസക്തി എപ്പോഴും എതിർക്കേണ്ടതാണ്. അത് ലോകത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്നതാണ്. ഒരുപാട് അനുഭവങ്ങൾ ചരിത്രത്തിലെമ്പാടുമുണ്ട്. ആ ചരിത്രം മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കുകയാണ് വേണ്ടത്. രാജ്യം അതിൻ്റെ അതിർത്തി കാക്കാൻ നടക്കുമ്പോൾ തന്നെ വേണമായിരുന്നോ ഈ പരാമർശം എന്ന് ചോദിച്ചത് പാലക്കാട് MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആദ്യം വിമർശനം ഉയർത്തുന്നത്. മാത്രമല്ല CPM പ്രതിയായിട്ടുള്ള കൊലപാതക കേസുകൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ആ വിമർശനം. ഒരു തികഞ്ഞ മനുഷ്യസ്നേഹി എന്ന് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തു താങ്കളെ. അത്തരത്തിലുള്ള പ്രതികരണങ്ങളോട് ഇപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് താങ്കൾ? അല്ല, ഞാൻ എന്നെ പരിഹസിക്കുന്നതിനൊന്നും മറുപടി പറയാറില്ല. പരിഹാസമൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയുടെയും നിലവാരത്തിൻ്റെയും ഒരു ബഹിർസ്ഫുരണമാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ മറുപടി പറയാറുമില്ല. പൊതുവെ തന്നെ അല്പത്തരങ്ങളോട് പ്രതികരിക്കാനും മറുപടി പറയാനും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. ഇതൊക്കെ നമ്മുടെ സമൂഹം ശരിയായി തിരിച്ചറിയുന്നുണ്ട്. ഈ എന്താ പറയുക, വളരെയേറെ ഗൗരവതരമായ ഒരു ദേശീയ പ്രശ്നം, ഒരു സാർവദേശീയ പ്രശ്നമാകാനിടയുള്ളൊരു വിഷയമൊക്കെ സംസാരിക്കുന്ന സമയത്താണ് നാട്ടിലുള്ള എന്തെങ്കിലും സംഘർഷത്തെക്കുറിച്ചൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ ആയിരക്കണക്കിന് സിഖുകാരെ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴേക്ക് കൊന്നു തള്ളിയ ഇന്ത്യയിലെ ഭീകര പ്രസ്ഥാനം ഏതാണ്? ഞാൻ അങ്ങനെ ഇതിന് മറുപടി പറയാൻ നിന്നാൽ എവിടെ എത്തി നിൽക്കും? രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആകെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ യാത്രാ വിമാനം റാഞ്ചിയിട്ടുള്ളൂ. അതറിയോ നിങ്ങൾക്ക്? ലോകത്തിൽ ഭീകര സംഘടനകൾ ചിലയിടത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ വിമാനം റാഞ്ചിയിട്ടുള്ളൂ. ആ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. രാജ്യം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളും കൂട്ടക്കൊലകളും നേരിട്ട് നടത്തി ആ കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ചിതറിത്തെറിച്ച ചോര ഉണങ്ങുന്നതിന് മുൻപ് ആ മണ്ണിൽ ചവിട്ടി നിന്ന് വൻമരങ്ങൾ കടപുഴകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരു ദയയുമില്ലാതെ പറഞ്ഞ നേതാവാണ് കോൺഗ്രസിൻ്റെ നേതാവ്. ഇത്തരം എത്ര അനുഭവം നമ്മുടെ മുമ്പിലിരിക്കുന്നു. പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യുകയോ മറുപടി പറയുകയോ ചെയ്യേണ്ട ഒരു സമയമല്ല ഇത്. അതുകൊണ്ട് അത്തരം ആ ദിശയിലേക്ക് ഇത്തരം ചർച്ചകളെ വഴിതെറ്റിച്ച് വിടാൻ സംഘപരിവാർ ശക്തികൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്ന അല്പത്തരത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവഗണിക്കുക എന്നുള്ളതാണ് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ചെയ്യാവുന്നൊരു കാര്യം. തീർത്തും അവഗണിച്ച് തള്ളേണ്ട ചില അപശബ്ദങ്ങളായി മാത്രമേ ഞാൻ എന്നും ഇത്തരം ശബ്ദങ്ങളെ കണക്കാക്കിയിട്ടുള്ളൂ. ശ്രീ സ്വരാജ്, ഇപ്പോൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ നമ്മൾ നശിപ്പിച്ചു. അതിൻ്റെ തുടർ ആക്രമണങ്ങൾ, പാകിസ്ഥാന്റെ തിരിച്ചടി, തുടർ ആക്രമണങ്ങൾ എല്ലാം ഉണ്ടായി. രാജ്യം കാര്യമായി തന്നെ വന്ന് എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പക്ഷേ പഹൽഗാമിൽ ആ നിരപരാധികളെ കൊന്നിട്ട് പോയ ഭീകരവാദികൾ എവിടെ? എന്തുകൊണ്ട് പഹൽഗാമിൽ ഇതൊക്കെ സംഭവിച്ചു? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട സമയമായില്ലേ? അത് കുറച്ചുകൂടി ലൗഡായി ചോദിക്കേണ്ട സമയമായില്ലേ നമ്മൾ ആ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച്, ആ ഭീകരവാദികൾ എവിടെ എന്നതൊക്കെ സംബന്ധിച്ച്? തീർച്ചയായും സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ചർച്ച ചെയ്യപ്പെടണം, മറ്റൊന്നുകൊണ്ടുമല്ല. അത് ആവർത്തിക്കാതിരിക്കാനെങ്കിലും നമ്മുടെ രാജ്യത്ത് സാധിക്കണം. ഇപ്പോൾ ഈ പഹൽഗാമിൽ ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നൊക്കെയാണ് പറയുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ്. പഹൽഗാമിൻ്റെ ചുറ്റുമുള്ള ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ദുരന്തമുണ്ടായ ബൈസരൺ വാലി, ആരൂ വാലി,
ബദാവാലി, ചന്ദൻവാടി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. ഈ സ്ഥലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത, പഹൽഗാമിൽ നിന്ന് 4 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 8 കിലോമീറ്റർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള കൊച്ചു കൊച്ചു തുരുത്തുകളാണ്. നമ്മൾ അവിടെ എത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ ഒരു ദൃഷ്ടിപരിധിയിലുള്ള അത്രയും സ്ഥലമേ അവിടെ ഉള്ളൂ. കൊച്ചു തുരുത്തുകളാണ്. ഒന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണെത്താവുന്ന ദൂരത്ത് അത്രമാത്രം വിസ്തൃതിയുള്ള ചില അതിമനോഹരമായ താഴ്വരയിലെ തുരുത്തുകളാണിത്. ഞാൻ പലതവണ പോയിട്ടുള്ളതാണ് ഈ പ്രദേശങ്ങളിലൊക്കെ. അപ്പോഴൊക്കെ അവിടെയെല്ലാം സായുധ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങൾ ശ്രീനഗറിൽ നിന്നും പുറപ്പെടുമ്പോൾ പഹൽഗാം എത്തുന്നത് വരെ ഓരോ 100 മീറ്ററിലോ 200 മീറ്ററിലോ സായുധരായ സൈന്യത്തെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും സൈന്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. പക്ഷേ അന്ന് ബൈസരൻ വാലിയിൽ സൈന്യം ഉണ്ടായില്ല. എന്തുകൊണ്ടുണ്ടായില്ല? ആ ചോദ്യം പ്രസക്തമാണ്. മാത്രമല്ല, ഈ പഹൽഗാം ഇതിനു മുൻപും ഭീകരവാദികൾ സഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോവുകയും കൊല്ലുകയും ചെയ്ത അനുഭവമുള്ള സ്ഥലമാണ്. ഇത് പുതിയതല്ല, നമുക്ക് അനുഭവമുണ്ട്, അത്തരം ദുരനുഭവമുണ്ട്. വിദേശത്തു നിന്നും വന്ന സഞ്ചാരികളെ, നമ്മുടെ അതിഥികളെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി വധിച്ച അനുഭവം പഹൽഗാമിനുണ്ട്. അപ്പോൾ അവിടെ അതിസുരക്ഷ വേണ്ടതാണ്. പക്ഷേ ബൈസരൻ വാലിയിൽ ഒരൊറ്റ സൈനികൻ പോലും ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് വാങ്ങിയ ശേഷമാണ് അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നത്. അതും ഞാൻ നേരത്തെ പറഞ്ഞ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നിന്നും വ്യത്യാസം, ബൈസരൻ വാലിയിലേക്ക് നമുക്ക് കാറിൽ പോകാൻ പറ്റില്ല. കാൽനടയായോ വളരെ ദുഷ്കരമായ പാതയിലൂടെ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം കിലോമീറ്ററുകൾ പോകണം. അതിൻ്റെ അർത്ഥം ഈ ഭീകരരും ആ വിധം തന്നെയാണ് ഈ ഭീകരരും അവിടെ എത്തിയിട്ടുണ്ടാവുക. അവർ ഈ കൂട്ടക്കൊല നടത്തിയ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എത്ര വലിയ സുരക്ഷാ വീഴ്ചയാണ് അവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് സൈനികരുണ്ടായില്ല? മുൻപ് ദുരനുഭവമുള്ള, കൊലപാതകത്തിന് സഞ്ചാരികൾ ഇരയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയാണോ വേണ്ടിയിരുന്നത്? പതിവുള്ള സുരക്ഷ ഇല്ലാതായത് എന്തുകൊണ്ട്? അവരെങ്ങനെ രക്ഷപ്പെട്ടു? ഇത്തരം ഒരുപാട് ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളുണ്ട്. ഇനി നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. ഈ ചോദ്യങ്ങൾ ശക്തമായി ഉയരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നന്ദി ശ്രീ എം സ്വരാജ്. ഈ കാര്യങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ഏതായാലും ഗൗരവമുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇനി ചോദിക്കേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പഹൽഗാമിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ചയെക്കുറിച്ച്, നിരപരാധികളെ കൊന്ന് പോയ ഭീകരവാദികൾ എവിടെ എന്നൊക്കെ നമ്മൾ കൂടുതൽ ഉച്ചത്തിൽ ചോദിക്കേണ്ട സമയമായി കഴിഞ്ഞു.